ഒളിമ്പിയ അൽ ഖറിയ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ചെറിയൊരു വിശദീകരണമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഒളിമ്പിയ അൽ ഖറിയ, ഗ്രാമത്തിൻ്റെ ഒളിമ്പിക്സ് എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിൻ്റെ അർത്ഥം. ഒളിമ്പിയ അൽ ഖറിയ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു പിക്ചറാണ്. കുട്ടികൾക്ക് ഒരു നസ് തംഹീദിയാണ്. റിയാദത്തിനെ കുറിച്ചിട്ടും മറ്റുള്ള പല സ്പോർട്സ് ഐറ്റംസിനെ കുറിച്ചിട്ടും ഇവിടെ കുട്ടികളോട് കുറിച്ച് ഡിസ്കഷൻ നടത്തുകയാണ് വേണ്ടത്. അടുത്തത് നമുക്ക് പേജ് നമ്പർ 45 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒളിമ്പിയ അൽ ഖറിയ. ഒളിമ്പിയ അൽ ഖറിയ. അപ്പോൾ ആദ്യം തന്നെ നസ്തമിഉൽ ബലാഗ് എന്നുള്ളതാണ്. ബലാഗിലേക്ക് ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ബലാഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ മെയിനായിട്ട് വരുന്ന ഒരു ഡിസ്കോഴ്സ് കൂടിയാണ് ഈ ബലാഗ് എന്ന് പറയുന്നത്. അനൗൺസ്മെൻ്റ് ആണ്. അനൗൺസ്മെൻറ്റിന് പറയുന്ന പേരാണ് ബലാഗ്. അപ്പോൾ നോക്കൂ എന്താണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. യുർജാ മിനൽ മുഷാരിക്കീന ഫി സിബാഖി സലാസത്തി ആലാഫ് മീറ്റർ തവജ്ജുഹ് അൽ മസാർ. അപ്പോൾ യുർജാ മിനൽ മുഷാരിക്കീൻ പാർട്ടിസിപ്പൻസിനോട് പറയാണ് ഫി സിബാഖി സലാസത്തു ആലാഫി മീറ്റർ 3000 മീറ്റർ മത്സരത്തിൽ, സലാസത്തു ആലാഫ് മീറ്റർ 3000 മീറ്റർ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ തവജ്ജുഹ് അൽ മസാർ ട്രാക്കിലേക്ക് മുന്നോട്ട് വരണമെന്ന് പറയാം. ഓക്കെ, അതാണ് ഈ ഒരു ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഭാഗം നമ്മൾ കുട്ടികളെ കൊണ്ട് ജഹരിയ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാനുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നുണ്ട്. യുർജാമിൽ മുഷാരിക്കിൻ ഫിസ്തിബാഖി സലാസത്ത് ആലാഫ് മീറ്റർ അത്തവജുഹൽ മസാർ. അതായത് ഈ ഒരു 3000 മീറ്ററിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ട്രാക്കിലേക്ക് വരണം എന്നാണ് ബലാഗ് ഇവിടെയുള്ള ആ ഒരു അനൗൺസ്മെൻറ്റിലൂടെ പറയുന്നത്. എന്നിട്ടോ അങ്ങനെ ഇൻതഹ സിബാഖു സലാസത്തി ആലാഫ് മീറ്റർ, അങ്ങനെ അതിൻ്റെ 3000 മീറ്റർ മത്സരം എന്ത് ചെയ്യാണ് അവിടെ അവസാനിക്കുകയാണ്. ഇൻതഹ എന്ന് പറയുമ്പോൾ അവസാനിച്ചു. സിബാഖു സലാസത്തി ആലാഫ് മീറ്റർ 3000 മീറ്ററിൻ്റെ മത്സരം അവിടെ അവസാനിച്ചു. ഫാസ അബ്ദുള്ള ബിൽ മർക്കസിൽ അവൽ, ഒന്നാം സ്ഥാനം നേടിയത് അബ്ദുള്ളയായിരുന്നു. അബ്ദുള്ളയാണ് ഒന്നാമത്തെ സ്ഥാനം നേടിയത്. പിന്നെയോ ഇർത്തഫാത്തി സഗാരീദ് ആർപ്പ് വിളികൾ, അവിടെ ആകെ ആർപ്പ് വിളികൾ ഉയർന്നു. ബിത്തഷ്ജി തസ്ഫീഖ്, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിനെ കൈയടിച്ചു. തസ്ഫീഖ് അറിയുമ്പോൾ കൈയടിക്കുകയാണ്, ക്ലാപ്പ് ചെയ്തുകൊണ്ടും അവിടെ ആകെ ആരവം ഉയരുകയാണ്. കാരണം ഹുവ അക്ബറുൽ മുത്തസാബിഖീന സിന്നൻ, ആ പങ്കെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ആളുകൾ അത്രയും അധികം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത്. ഓക്കെ, പിന്നെ അപ്പോൾ അങ്ങനെ കല്ലദഹു അൽ വസീർ വിസാം അദ്ഹബി, അദ്ദേഹത്തിന് മന്ത്രി അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗോൾഡ് മെഡലൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്രി അദ്ദേഹത്തിന് അണിയിച്ചു കൊടുക്കുന്നുണ്ട്. കല്ലദഹു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അണിയിച്ചു കൊടുക്കുകയാണ്. വസീർ അൽ വിസാം അദ്ഹബി, സ്വർണ്ണ മെഡൽ, ഗോൾഡ് മെഡൽ അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. അങ്ങനെ തസാഹമ ഹൗലഹു അൽ മുറാസിലൂന മിൻ ഖനവാത്തിൻ മുഖ്തലിഫ അൽ മുഖാബല, അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് റിപ്പോർട്ടേഴ്സ്, മുറാസിലൂൻ എന്ന് പറയുമ്പോൾ ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സിന് പറയുന്ന പേരാണ്. അഭിമുഖത്തിന് വേണ്ടിയിട്ട് ഒരുപാട്, മുഖാബല എന്ന് പറയുമ്പോൾ അഭിമുഖത്തിന് വേണ്ടി വ്യത്യസ്ത ചാനലുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തിരക്കി വരികയാണ്. ഓക്കെ, അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ടർ പറയുന്നുണ്ട്, നുഖദ്ദിമു അജ്മല തഹാനി അല ഇൻജാസിക, നിങ്ങളുടെ ഈ ഒരു നേട്ടത്തിന് ഞങ്ങളുടെ എല്ലാവിധ ഭാവുകങ്ങളും എന്ന് പറയുന്നുണ്ട്. ബിമാദ തഷ്ഉറുൽ ആൻ, നിങ്ങൾക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാ അനഫി ഗായത്ത് സുറൂർ, അൽഹംദുലില്ലാ ഞാൻ വളരെ വലിയ സന്തോഷത്തിലാണെന്ന് അബ്ദുള്ള പറയുകയാണ്. അങ്ങനെ വീണ്ടും ഇദ്ദേഹം റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, നഹ്നു നുശാരികു ഫി മസറത്തിക കൈഫ സ്തഅത, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് സാധിച്ചത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ബിൽ മുമാറത്തിൽ മുസ്തമിറ, വളരെ തുടർച്ചയായ മുസ്തമിറ, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ്. മുമാറസ പറയുമ്പോൾ പ്രാക്ടീസാണ്. കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെയാണ് എനിക്കിത് നേടിയെടുക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ വീണ്ടും ഇദ്ദേഹം ചോദിക്കുകയാണ്, മിൻ ഫളിക കം ഉംറുകൽ ആൻ, നിങ്ങൾക്ക്, ഓക്കെ സർ പ്ലീസ്, നിങ്ങളുടെ വയസ്സിപ്പോൾ എത്രയാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫിസാനി വസമാനി, ഞാൻ 82ാമത്തെ വയസ്സിലാണ്, എനിക്ക് 82 വയസ്സാണ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, മാഷാ അള്ളാഹ് മാസിൽ തന്നെ ഷീത്തൻ, അള്ളാഹ് നിങ്ങൾ ഇപ്പോഴും നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, നല്ല ഉന്മേഷവാനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. മുംകിൻ തുഖ്ബിറനാ സിർറ സിഹത്തിക്, നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് അബ്ദുള്ളയുടെ മറുപടി പറയുന്നത് നോക്കൂ. ബിത്തഅക്കീദ്, ഷുവർ, ഖറിയത്തുനാ തൽഅബു ദൗറൻ കബീറൻ ഫി ആദാത്തിന അൽ യൗമിയ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, ആദാത്തിന യൗമിയ എന്ന് പറയുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളുടെ ഗ്രാമത്തിന് വലിയ ഒരു പങ്ക് തന്നെയുണ്ട്.
ദാഇമൻ ബിൽ ഗിദാ അസ്സിഹി, കാരണം ഞാൻ എപ്പോഴും കൂടുതലായിട്ട് ആരോഗ്യകരമായ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വന്നശാത്തുൽ ബദനി, ശാരീരിക അധ്വാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വതർഫീഹുൽ അഖലി, മാനസിക ഉല്ലാസത്തിനും ഞാൻ ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറയാം. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, മുൻകിൻ തുവല്ലിഹ ആദാത്തിക ഫിൽ ഗിദാ, നിങ്ങളുടെ ഭക്ഷണശീലങ്ങളെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, തബഅൻ, ഓഫ് കോഴ്സ്, തീർച്ചയായും. അൽ ജുസുഉൽ മുഹിം മിൻ തആമി, എൻ്റെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ജുസുഉൽ മുഹിം എന്ന് പറയുമ്പോൾ എൻ്റെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഭാഗം മുൻതജാത്തുന അൽ മഹല്ലിയ, ഞങ്ങളുടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ. മുൻതജാത്ത് മഹല്യ എന്ന് പറയുമ്പോൾ തദ്ദേശ ഉൽപ്പന്നങ്ങൾ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. മിനൽ വൽ ഖുദർ വൽ ഫവാക്കിഹ്, എന്തൊക്കെ, ഇറച്ചി, മാംസം, പച്ചക്കറികൾ, പഴങ്ങൾ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നാം ഉപയോഗിക്കുന്നത്. കല്ലമാ തനാവുൽ വജബാത്തു സരിയ വസുക്കരിയ, അതിപ്പോൾ ഷുഗർ അടങ്ങിയ, പഞ്ചസാര അടങ്ങിയ സാധനങ്ങളും അതുപോലെ തന്നെ വജബാത്തു സരിയ, ഫാസ്റ്റ് ഫുഡ് അല്ലെ, വജബാത്തു സരിയ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ഫുഡാണ്. ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ ഷുഗർ അടങ്ങിയ ഭക്ഷണമൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് അദ്ദേഹം പറയണം. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, മിൻ ഫളലി കാഫിദിന നശാദത്തുൽ ബദനിയ, നിങ്ങളുടെ ശാരീരിക വ്യായാമത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, തീർച്ചയായും, എന്താണ്, ഫഅലൻ, ഓഫ് കോഴ്സ്, തീർച്ചയായും. അഖൂമി മാർസത്തിൽ നശാദത്തുൽ ബദനിയ ബിൻതിദ, ഞാൻ വളരെ വ്യവസ്ഥാപരമായി, വളരെ ചിട്ടയായിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ഒരു ശാരീരിക വ്യായാമങ്ങൾ ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിലൊരു മുംകിനൻ തുവല്ലിഹ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആക്ടിവിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. മുംകിനൻ തുവല്ലിഹ, നിങ്ങൾക്ക് നമ്മൾ പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ്. വിശദീകരിക്കാൻ പറ്റുമോ, സഹായിക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് ഇവിടെ പൂരിപ്പിക്കാൻ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. മുംകിനൻ തത്തക്കല്ലം, മുംകിനൻ തൽഅബ്, മുംകിനൻ തദ്ഹബ്. അപ്പോൾ അങ്ങനെ മുംകിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആൻസർ കറക്റ്റ് ആവും. നിങ്ങൾക്ക് സാധിക്കുമോ, എൻ്റെ കൂടെ കുറച്ചേരം സംസാരിക്കാൻ പറ്റുമോ, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ സാധിക്കുമോ, ഷോപ്പിലേക്ക് പോകാൻ സാധിക്കുമോ, അങ്ങനെ ഒരാളോട് ചോദിക്കുന്ന, ഒരു വളരെ പൊളൈറ്റായിട്ട് ചോദിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് മുംകിൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇൻ്റർവ്യൂ വീണ്ടും തുടരുകയാണ്. മാ നശാദത്തുക തർഫീഹുൽ അഖലി, നിങ്ങൾ മാനസിക ഉല്ലാസത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, നദറത്തി നെഹ്വൽ ഹയാത്ത് നദറത്തുൻ ഈജാബിയ, എനിക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് പൊതുവെ ഒരു പോസിറ്റീവായ കാഴ്ചപ്പാടാണ്. അജിദുർ റാഹാഫി ഖലായി ഔഖാത്തി മാൽ അഖാരിബുൽ അസ്തിഖ, എൻ്റെ കുടുംബക്കാരോടും കൂട്ടുകാരോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, സമയം ചെലവഴിക്കുന്നു, അതിലെനിക്ക് റാഹത്ത്, എനിക്ക് ആശ്വാസം ലഭിക്കുന്നു. അതുപോലെ കമാ അജിദു അൽ മുത്താഫിത്ത ആയുഷ് മാത്തബിയ, അതുപോലെ എനിക്ക് ആശ്വാസം ലഭിക്കുന്ന, ആനന്ദം ലഭിക്കുന്ന ഒരു കാര്യമാണ് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത്. അതിലും എനിക്ക് വളരെയധികം ആനന്ദം ലഭിക്കാറുണ്ട് അദ്ദേഹം പറയാണ്. അപ്പോൾ ഇദ്ദേഹം ലാസ്റ്റ് ചോദിക്കുകയാണ്, ഹല്ലദൈക്കായി വസിയത്തുൽ ജിയിൽ ജദീദ്, പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാൻ താങ്കൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയാണ്, ഞാൻ തീർച്ചയായും എനിക്കുണ്ട്. അൽ ഹിഫാദു അലൽ ലിയാഖത്തിൽ ബദനിയ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ശാരീരിക ക്ഷമത നിലനിർത്തണം. വൽ ഇഹ്തിമാം ബിൽ ഗിദാ അസ്സിഹി, നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഭക്ഷണശീലം കൊണ്ടുവരണം. വന്നശാത്തുൽ ബദനി, ശാരീരിക വ്യായാമങ്ങൾ ചെയ്യണം. വത്തആവുൻ, പരസ്പരം ഇടപഴകി പരസ്പര സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ നിങ്ങൾ ജീവിക്കണം എന്നാണ് പുതുതലമുറയോട് അബ്ദുള്ളക്ക് പറയാനുണ്ടായിരുന്ന വസിയത്ത്. ഓക്കെ, അപ്പോൾ ഹയ്യാക്കുമുല്ലാഹ് മഅസ്സലാമ, എന്താണ് ഇവർ ശുക്രൻ ലിഹുസ്നി തആവുനി മഅകിന വഅത അല്ലാഹു ഉംറക, ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി, അള്ളാഹു നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഹയ്യാക്കുമുല്ലാഹ് മഅസ്സലാമ, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഇൻ്റർവ്യൂ അവസാനിക്കുകയാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കലിമാത്തു തഹ്ദീബിയകൾ ഈ ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ഈ ഒരു ടെക്സ്റ്റ് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് കുട്ടികളോട് കണ്ടെത്താൻ പറയാം. അപ്പോൾ അൽഹംദുലില്ലാ അനഫി ഖായത്തി സുറൂർ മിൻ ഫളിക മാഷ അള്ളാഹ്, ഇതൊക്കെ ബിത്തൗക്കീദ് ത്വബഅൻ മിൻ ഫളിക ഫിഅലൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹയ്യാക്കുമുല്ലാഹ് മഅസ്സലാമ ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും, ഇങ്ങനെ നമ്മൾ പൊളൈറ്റായിട്ട് മറ്റുള്ള ആളുകളെ അഭിവാദനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിലൊക്കെ നമുക്ക് കലിമാത്തു തഹ്ദീബിയ എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.